നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എനിക്ക് ദൈവം ശിക്ഷ തന്നിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് പല കാര്യങ്ങളും ഉപേക്ഷിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. കൃത്യമായിട്ടുള്ള ഒരു പ്രയത്നം, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു കാര്യത്തിലേക്ക് വിജയം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനോ റിസ്ക് എടുക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അതിവ്യക്തമായി തന്നെയാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല വിധത്തിലും ഈ വ്യക്തിയെ സ്വന്തമാക്കുവാൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് റിസ്കുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് മനസ്സിന് വളരെയധികം ധൈര്യം തോന്നിയിട്ടുള്ള ചില സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത് വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നും നിങ്ങളുമായി ഒരുമിച്ച് ചേരണമെന്നും ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് വേണ്ടുന്നത്ര പ്രയത്നിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്കിവിടെ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. അതായത് ഈ വ്യക്തിക്ക് വളരെ ഇമോഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ട് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് സങ്കടങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള സങ്കടമാണത്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളുടെ അവസാനത്തെയും കൂടിയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ മറ്റു പലവരും തടസ്സങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ചില കാര്യങ്ങൾ പിന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു പിന്നത്തേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ധൃതി പിടിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരുപാട് തന്നെ ധൃതി പിടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സങ്കടം അടക്കി പിടിക്കാനാകാതെ ഈ വ്യക്തിയോട് ദേഷ്യപ്പെടുന്നുണ്ടാകാം. ഈ വ്യക്തിയെ വിളിച്ച് പരാതി പറയാൻ ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോഴൊക്കെ ഈ വ്യക്തി നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുമായിരിക്കാം. പക്ഷെ ചില സമയങ്ങളിലോ ഈ വ്യക്തിയും വളരെ മാനസിക ബുദ്ധിമുട്ടോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് മറുപടി തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ പോലും നിങ്ങളോട് പല തെറ്റുകളും ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ വ്യക്തിയുടെ ഗതികേട് കൊണ്ടോ അവസ്ഥ കൊണ്ടോ ആയിരിക്കാം അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്നത്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. കാരണം ഈ വ്യക്തിക്ക് മറ്റാരുമായി സമാധാനപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയി തന്നെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി പലതരത്തിലുള്ള തിരിച്ചടികളിലൂടെ ചില സത്യങ്ങൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു എന്നുള്ളതാണ്.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും പ്രയത്നിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവുകയില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളൂ. ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഒരിക്കലും മായാതെ നിൽക്കുന്നുമുണ്ട്. ഇതെന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതകരമായ കാര്യമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു സത്യമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് മറ്റാരുമായി കമ്പയർ ചെയ്യാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിപ്പിക്കാനോ മറ്റൊരാളുടെ സ്നേഹം അനുഭവിക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നത് അതൊരു പ്രപഞ്ച സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തി പല കാര്യങ്ങളും ത്യജിക്കാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ത്യജിക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുക, അതുപോലെ പല കാര്യങ്ങളും നേടിയെടുക്കുക, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ വ്യക്തി ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തും അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്തും എല്ലാം തന്നെ ഈ വ്യക്തി മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു പക്ഷെ ഭീരുത്വമായിരിക്കാം, മനസ്സിന് തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടായിരിക്കാം, വളരെയധികം പേടി ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും ഒരു അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണമെങ്കിൽ മനസ്സ് വളരെയധികം ശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ മനസ്സ് വളരെയധികം പോസിറ്റീവ് ആയിരിക്കണം. പക്ഷെ ആ ഒരു ചിന്താഗതി, ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തി പലതരത്തിലും നെഗറ്റീവായി ചിന്തിച്ചു പോവുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു തടസ്സം ഉണ്ടായാൽ പോലും ഈ വ്യക്തി അത് വലിയ കാര്യമാക്കി മാറ്റുകയും അത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറ്റി വെക്കുകയും അതിൽ വിശ്വസിക്കുകയും, അതായത് ചില അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചീത്ത സമയവും നല്ല സമയവും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് ഈ പ്രണയബന്ധത്തിലാണെങ്കിലും ഏതൊരു തരത്തിലുള്ള കാര്യത്തിലാണെങ്കിലും അതുണ്ടാകും. അത് സർവ്വസാധാരണയാണ്. പക്ഷെ അതിനെ സധൈര്യം, മനസ്സിന്റെ ധൈര്യത്തോടു കൂടി നിന്നുകൊണ്ട് അതിനെ നല്ല രീതിയിൽ തന്നെ പൊരുതിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഏതൊക്കെ ഒരു സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മനസ്സിന് ധൈര്യം സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും കാലം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പലവരും ഈ വ്യക്തിയെ മാറ്റി നിർത്തി എന്നുള്ളത് എനിക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മാറ്റി നിർത്തലിൽ ഈ വ്യക്തി വളരെയധികം തകർന്നു പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആ തകർച്ച എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത വിധത്തിലുള്ള ഒരു തകർച്ച തന്നെയായിരുന്നു. തനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുമോ എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവും കൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി തിരിച്ചറിവുകളുടെ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഈ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളാണോ അല്ലെങ്കിൽ മറ്റു പലരുമാണോ എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, ചില കലാലയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും കൂടിയായിരിക്കാം ഈ പേഴ്സൺ. അതായത് നന്നായി പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ കഥാകൃത്തോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ മോഡലിങ്ങോ ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ നന്നായി പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. കലാലയ ജീവിതത്തിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.